അന്നേ ദിവസം തന്നെ ഞങ്ങൾ നേരെ ബൈത്താബ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വരുന്നത്. ആ വണ്ടിയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കൂ, അതിൽ 100 രൂപയാണ് ടിക്കറ്റ് വന്നത്. ഞങ്ങൾക്ക് സമയം 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സമയം തന്നെ പോലും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഞങ്ങളെങ്കിലും കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ എടുത്തു. കുറഞ്ഞ ഫോട്ടോ എടുത്തു അല്ലാതെ വേറെ അതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സ്ഥലമാണ്. കാശ്മീർ മൊത്തം നല്ല സ്ഥലം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ ഊട്ടി പോലെയൊക്കെ ആണെങ്കിൽ പറയാം. അങ്ങനെ അത്രയും സുന്ദരമായ സ്ഥലമാണ്. നല്ല വിശാലമായി കിടക്കുന്ന തോട്ടങ്ങളെ പോലെയുള്ള സ്ഥലങ്ങളാണ് ഉണ്ടായത്. ഞങ്ങൾ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എടുക്കൽ മാത്രമേ ഞങ്ങൾ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് വേഗം തിരിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ 100 രൂപ നഷ്ടമായതായി തോന്നാതിരുന്നിട്ടില്ല. ഏതായാലും വന്നതല്ലേ ഇഷ്ടം. ഞങ്ങളവിടെ കയറി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. മരത്തിൻ്റെ താഴെ ഇരുന്ന് ഞങ്ങൾ 2 ഫോട്ടോ, അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. നല്ല ഫോട്ടോക്ക് പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. ഫോട്ടോ ജീവിതത്തിൽ മറക്കാത്ത സംഗതിയാക്കി മാറ്റി വെക്കാൻ തയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് സ്ഥലങ്ങളുണ്ട് അതിൽ. ഈ മരങ്ങളൊക്കെ നമ്മളെ ഫിർമരങ്ങളെ പോലെയുള്ള യൂറോപ്യൻ രീതിയിലുള്ള മരങ്ങളാണ്. ഈ മരങ്ങൾ പ്രത്യേക വൈബായിട്ട് അതൊക്കെ കാണാൻ നമ്മളെ മലകൾക്കിടയിലൂടെ ഇതിൻ്റെ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്കാണ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ കഴിയും. അങ്ങനെ ഇതിങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങി ഇങ്ങനെ ഉള്ളോട്ടൊക്കെ നടന്നു. അങ്ങനെ അതിൻ്റെ ഭംഗി ഈ ചെറിയ ചെറിയ അരുവികളെ പോലുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിങ്ങനെ കുറേ ഉള്ളോട്ടൊക്കെ നടന്നു. ഇത്രയല്ലാതെ ഇതിൽ കാര്യമായിട്ടൊരു ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് കുറേ എക്സ്ട്രാ സമയം ചിലവഴിച്ചത് കൊണ്ട് ഉണ്ടായ നഷ്ടമാണ്. അപ്പോൾ സമയത്തെ കറക്റ്റായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് നന്നായി കഴിയുള്ളൂ. അത് ഞങ്ങളങ്ങനെ ഫോട്ടോ എൻ്റെ അരുവി പോകുന്നത്, ഒരു തോട് പോകുന്നുണ്ട്, അവിടുന്ന് ഫോട്ടോസ്. തോടുകളൊക്കെ അടിപൊളി തോടുകൾ, നല്ല കല്ലുകൾ, വെള്ളാരം കല്ലൊക്കെ ഉള്ള അടിപൊളി തോടുകളാണ്. അങ്ങനെ നല്ല ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് തന്നെയാണ് വരികയാണ് ചെയ്യുന്നത്. റൂമിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഭക്ഷണം നമ്മൾ രാവിലെ കഴിച്ചതിൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അന്നത്തെ ഭക്ഷണവും ചിക്കനും ചോറും തന്നെ. അങ്ങനെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ചുറ്റും അടുത്തുകൂടെ ആ തോട് ഒഴുകി പോകുന്നു. അതിൻ്റെ അടുത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത്രയും അടിപൊളി സ്ഥലം. അങ്ങനെ നല്ല ചിക്കൻ കറി, പിന്നെ നല്ല ചോറ്, നല്ല ഭക്ഷണമായിട്ട് തന്നെ തോന്നി. ഡൽഹിയിലൊക്കെയുള്ള ഭക്ഷണത്തിനെ പോലെ അതിനേക്കാൾ നന്നായിട്ടാണ് ഭക്ഷണം നന്നായി തോന്നി. ആ ഹോട്ടലിലത്തെ ആളുകളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അവർ അംഗീകരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അതായത് പെഹൽഗാമിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇനി യാത്ര.